ജന്മനാടിന്റെ ഊഷ്മളതയിൽ നിന്നും ജോലി തേടി ഈ ഊഷരഭൂമിയിൽ എത്തപ്പെട്ടിട്ടും കൃഷി തന്റെ കർത്തവ്യമാണെന്ന ബോധ്യത്തിൽ ജീവിത തിരക്കുകൾക്കിടയിലും അതിന് സമയം കണ്ടെത്തുകയും വരും തലമുറയെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന നമ്മുടെ ഈ മരുഭൂമിയിലെ പരുമലയിൽ അംഗങ്ങളായിട്ടുള്ള 2 കുടുംബങ്ങളെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം ഇതിൽ താൽപ്പര്യമുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഷാർജ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ഈ പരിപാടി സമർപ്പിക്കുന്നു. സ്വച്ഛവായു തേടി അതിഥികളായി എത്തിയ ഇണക്കിളികൾ സ്വതന്ത്രമായി കൂടുകൂട്ടി താമസിക്കുന്ന പയറും ഓറഞ്ചും കറിവേപ്പും കുന്തുരുക്കവും മാവും പ്ലാവും കപ്പളവും മുല്ലയും കൃഷ്ണതുളസിയും വളരുന്ന വീട്ടിലെ ആതിഥേയരെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി നമുക്ക് വർഗീസാനെയും കുടുംബത്തെയും അച്ചായൻ്റെ കൃഷിയെയും നമുക്കൊന്ന് പരിചയപ്പെടാം. അച്ചായൻ നാട്ടിലെവിടെയാണ്? ഞങ്ങളുടെ നാട്ടിലെ പരുമല ഉപദേശിക്കടം എന്ന് പറയുന്നു ഞങ്ങളുടെ കുടുംബം. പരുമല പള്ളിയുടെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ ഇപ്പം മേടിച്ചിട്ടുള്ള വീടും ഒക്കെ. ഇവിടെ എത്ര വർഷമായി അച്ചായന്? ഞാനിപ്പം 27 വർഷമായി ദുബൈയിലായിട്ട്. മോളി ഏതാണ്ട് 20 വർഷത്തോളമായി. കല്യാണം കഴിച്ചപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നു. മക്കൾ 2 പേര്. ഒരാൾ നാട്ടിലാണ്, ടോണി വറീസ്. അടുത്ത റോണി വറീസ് ഇവിടെ ഉണ്ട്. അവൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മറ്റേ മൂത്ത മകന് ഇപ്പോൾ ഈ വർഷം പോലെ BDS കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ചേർന്ന്. ശരി. 2 കുട്ടികളാണ് അച്ചായനുള്ളത്. അച്ചായൻ എത്ര വർഷമായി കൃഷിയൊക്കെ തുടങ്ങിയിട്ട്? ഇവിടെ ഈ മരുഭൂമിയിൽ ഇത്രയും വെയിലുള്ള പ്രദേശത്തൊക്കെ വളരെ റയറായിട്ട് മാത്രമേ ഇത് കാണാറുള്ളൂ, ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യുന്നതായിട്ട്. ഇപ്പം അച്ചായൻ എത്ര വർഷമായി കാണുന്നത്? ഞങ്ങളൊരു 5 വർഷത്തോളം ദുബൈയിലായിരുന്നു താമസം. അത് കഴിഞ്ഞ് ഷാർജയ്ക്ക് വന്നപ്പോഴും ഇദ്ദേഹത്തിന് ജോലി കിട്ടിയപ്പോഴത്തേക്കും ഇവിടെ വന്ന് ഇവിടെ ഒരു വില്ല തന്നെ ഇപ്പോൾ 8 വർഷത്തോളമായി. 9ാമത്തെ വർഷമാണ്. അമ്മമ്മ കുവൈറ്റ് ഹോസ്പിറ്റലിലെ നേഴ്സാണ്. പിന്നെ എന്തൊക്കെ കൃഷികളാണ് അച്ചായ ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത്? ഞങ്ങൾ സാധാരണ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോഴേ വിത്തുമൊക്കെ കൊണ്ടുവന്നിട്ട് പടവലം, പാവല് അങ്ങനെയുള്ള ഒത്തിരി ഐറ്റംസുകളൊക്കെ, ചീര, ഇതൊക്കെ ഒത്തിരി നട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ചൂടിൻ്റെ ഇതായത് കാഠിന്യം കൊണ്ട് എല്ലാം കരിഞ്ഞു പോയി. ഇപ്പം പുതിയതായിട്ട് ഇപ്പം വന്ന കുറച്ച് പയറും അങ്ങനെയുള്ള കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ട്. മോനും കൃഷിയിലൊക്കെ താല്പര്യം, ഇൻട്രസ്റ്റ് ഉണ്ടോ? അവനും ഞങ്ങളെ സഹായിക്കാറുണ്ട്. വെള്ളമൊക്കെ രാവിലെ വെള്ളിയാഴ്ചയൊക്കെ ആണെങ്കിൽ അവന് രാവിലെ വെള്ളമൊക്കെ അടിക്കാനൊക്കെ സഹായിക്കും. അങ്ങനെ അതുപോലെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ ഇതിന് നോക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇതിനൊക്കെ എപ്പോഴാണ് സമയം കണ്ടെത്തുന്നത്? ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ലാൻഡ്സ്കേപ്പിംഗ് കമ്പനിയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നത്, പലയിടത്തും ഉണ്ട്. അപ്പോൾ അവിടുന്ന് സാൻഡും ഒക്കെ കൊണ്ടുവന്നിട്ട് അവിടെ തന്നെ കമ്പോസ്റ്റും ഒക്കെ കിട്ടുന്നത്, അതുകൊണ്ടുവന്ന് ഇവിടെ കൊടുക്കും. മോളി അവിടെ സൗകര്യനുസരിച്ചും അത് മിക്സ് ചെയ്ത് എല്ലാം കൃഷിയൊക്കെ ഉള്ളതാണ് നോക്കുന്നത്. രാവിലെയും വൈകിട്ടും വെള്ളമൊക്കെ കൊടുക്കുന്നു. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ്. ഇതിനോട് എന്താണ് അച്ഛൻ ഇതിനോട് താല്പര്യം വരാനായിട്ടുള്ള ഒരു കാരണം? താല്പര്യം എന്ന് പറഞ്ഞാൽ പരുമല എന്ന് ഉദ്ദേശിക്കുക കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളായിരുന്നു. നേരത്തെ മുതൽ തന്നെ കൃഷിയുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ഒരു താല്പര്യം തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ വന്നപ്പോഴും ഞങ്ങൾ ജസ്റ്റ് പരീക്ഷിച്ച് നോക്കിയതാണ്. എപ്പോഴാണ് ഇതിനൊക്കെ സമയം കിട്ടുന്നത്? രാവിലെ, അതായത് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ 5 മണിയാകുമ്പോൾ എഴുന്നേക്കും രാവിലെ. അപ്പം 5:30 വരെയൊക്കെ വെള്ളം ഒഴിക്കുകയും പിന്നെ ഈവനിങ് വന്നിട്ട് മറ്റുള്ള കാര്യം ഒക്കെ ചെയ്യും. കൃഷിയോട് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് ചെയ്യാൻ കൊടുക്കാനായിട്ടുണ്ടോ? ഉണ്ട്. ഞങ്ങൾക്ക് ഇത് ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട്. കാരണം ഞങ്ങളിവിടെ വന്ന് ഈ വില്ല എടുക്കുമ്പോഴേ ആ രീതിയിൽ ഇതൊരു വിജനമായ ഭൂമി പോലെ കിടന്നതാണ്. ഇതിൻ്റെ അകത്ത് ഇത്രയും ഗാർഡനൊക്കെ ചെയ്തപ്പോൾ ആക്ച്വലി ഈ ട്രാഫിക്കിലൊക്കെ നമുക്ക് പോയി മെനക്കെടുന്നതിലും ഈ വീട്ടിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ നമ്മുടെ
ഒരു മാനസികമായ ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് തന്നെയല്ല, ഞങ്ങൾ ഈ മണി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ചട്ടിയൊക്കെ ചെറിയ പോട്ടുകൾ നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് സംബന്ധമായ ജോലി ആയതുകൊണ്ട് അവിടുന്ന് കൊണ്ട് കൊടുക്കുകയും മുകളിൽ അത് ഫില്ല് ചെയ്തിട്ട് മണി പ്ലാന്റൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കി നമ്മുടെ പള്ളിയിലേക്ക് ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മാനസികമായിട്ടൊരു സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു ചാരിറ്റി പ്രവർത്തനവും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ചാരിറ്റിക്കും അതുപോലെ നമ്മുടെ പള്ളിയിലേക്കും കൊടുക്കാൻ സാധിക്കുന്നു എന്നൊരു സന്തോഷം. ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യങ്ങളാണ്. കാരണം ഈ നമ്മുടെ ഈ മാനസികമായ ടെൻഷനുള്ള ഒന്ന് കുറയ്ക്കാനും ഇതിനൊക്കെ സമയം കണ്ടെത്താനും നമുക്ക് സാധിക്കുമെന്നുള്ളത് നമുക്ക് ഏവർക്കും പ്രചോദനം നൽകുന്ന രീതിയിൽ കൃഷിയെ സ്നേഹിക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്ന വർഗീസ് ചായനോടും കുടുംബത്തോടുമുള്ള യുവജന പ്രസ്ഥാനം ഷാർജ യൂണിറ്റിൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. സസ്യശ്യാമളമായ വിഷമാലിന്യമുക്തമായ കൃഷിയിടത്തിൽ നിന്നും അല്പം വ്യത്യസ്തമായ മറ്റൊരു കൃഷിയിടത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടി കേരളം അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുമ്പോൾ ഇവിടെ ഈ മണലാരണ്യത്തിൽ ഏവർക്കും അനുകരിക്കാവുന്ന രീതിയിൽ കോഴി വളർത്തലിൽ താല്പര്യം കണ്ടെത്തുന്ന ഒരു കുടുംബത്തെ ഇനി പരിചയപ്പെടാം. കോഴി വളർത്തലിൽ താല്പര്യം കണ്ടെത്തിയ ശ്രീ തോമസ് കുട്ടിയെയും കുടുംബത്തെയും നമുക്ക് അടുത്തതായിട്ട് പരിചയപ്പെടാം. അവരുടെ അനുഭവങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. എത്ര വർഷമായി ഈ കോഴി വളർത്തൽ തുടങ്ങിയിട്ട്? ഇത് 3-ാമത്തെ വർഷം റണ്ണിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം എത്ര കോഴികളുണ്ട്? ഇപ്പോൾ 13 കോഴിയുണ്ട്. 8 വലിയ കോഴി, 5 കുഞ്ഞുങ്ങളും. ഇതിനോട് എങ്ങനെയാണ് അച്ഛൻ താല്പര്യം വന്നത്, ഈ കോഴി വളർത്തലിനോട്? നാട്ടിൽ ഇങ്ങനെ ചെയ്തു പരിചയമുണ്ട്, അതിൻ്റെ പേരിൽ അടിസ്ഥാനത്തിൽ. ഇതിന് എന്താണ് കൊടുക്കുന്നത്? ഇതിന് എന്താണ് തീറ്റ കൊടുക്കുന്നത്? ഇത് നമ്മൾ റോളയിൽ ഒരു റെഡിമെയ്ഡ് ഫുഡ് കിട്ടുന്നുണ്ട്. അത് തന്നെയല്ല, വൈകിട്ട് ഒരു 4 മണിയാകുമ്പോൾ നമ്മൾ അഴിച്ച് വെളി വിടും. ശരി. എന്നിട്ട് ഒരു 6 മണിയായിട്ടേ കൂട്ടി കയറ്റത്തുള്ളൂ. ഇതിനെ മോളും ഭാര്യയൊക്കെ സഹായിക്കാറുണ്ടോ? എല്ലാവരുടെയും ഹെൽപ്പിംഗ് ഉണ്ട്. വൈഫിനെക്കാട്ടി കൂടുതൽ മോൾക്കാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. ഇത് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇത് വിൽക്കുവാണോ അത് നിങ്ങൾ തന്നെ യൂസ് ചെയ്യുക? ഇതുവരെ വിറ്റിട്ടില്ല, പക്ഷെ ഇതെല്ലാം എനിക്കറിയാം. എൻ്റെ ഫ്രണ്ട്സ്, എനിക്ക് പരിചയമുള്ള എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഏകദേശം 18 കോഴികളുണ്ട് അല്ലേ? ഉണ്ട്. എന്തെങ്കിലും വെല്ലുവിളികൾ നിങ്ങൾ നേരിടുന്നുണ്ടോ ഇതിനെ അഴിച്ചു വിടാനായിട്ടോ അങ്ങനെയുള്ള? ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു അലാറം വെച്ച് എണീക്കേണ്ട ഒരു ആവശ്യകത വരുന്നില്ല. എൻ്റെ വീട്ടിൽ കറക്റ്റ് 4 മണി അല്ല 4:30 5 മണിക്കുള്ള കൂവും. അത് അയലത്തുകാർക്ക് ഡിസ്റ്റർബൻസ് ആകാൻ ചാൻസ് ഉണ്ട്. ഇതിവിടെ 4 സൈഡിൽ ഫെൻസ് ഉള്ളതുകൊണ്ട് വെളിയിലോട്ട് പോകുന്നില്ല. പക്ഷേ ഇതിന്റെ കൂവല് ഭയങ്കര ഇതാണ്. അച്ഛാ, ഇതിന്റെ ആരംഭം എങ്ങനെയായിരുന്നു? ഇതിന്റെ ആരംഭം എന്ന് പറയുന്നത്, എൻ്റെ ഒരു ഫ്രണ്ട് ദേദ് ഫാമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഒരു 2 പെടയും 1 പൂവന് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വളർത്തി. അതിൽ നിന്നാണ് എനിക്ക് ഇതിന്റെ പ്രചോദനം കിട്ടിയത്. ഇത് മുട്ട നിങ്ങൾ അട വെക്കാറുണ്ട്? ഒരു കോഴി മേടിക്കുകയാണ് ചെയ്യുന്നത്? അല്ലല്ല, ഇതിപ്പം അതിൽ നിന്നും അട വെച്ച് കുഞ്ഞുങ്ങൾ. ഇപ്പോഴും ഒരു കോഴി അടയിരുന്ന് 8 കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങൾ ഇറങ്ങിയിട്ട് എത്ര കോഴി കുഞ്ഞുങ്ങളുണ്ട്? ആദ്യം 13 ഇറങ്ങി, ഇപ്പൊ 8 കിട്ടിയിട്ടുള്ളൂ നമുക്ക്. അത് ശരി. ഇതിന്റെ ഇറച്ചി നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടോ? അതോ? ഇറച്ചി ഇപ്പം 2-3 വട്ടം ഞാൻ കട്ട് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പൂങ്കോഴിയെ നമുക്ക് കട്ട് ചെയ്യാതെ പറ്റത്തില്ല. 2 കൂടെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തായിരിക്കും ഭയങ്കര. അതിന്റെ പേരിൽ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും നമ്മോട് സഹകരിച്ച ശ്രീ തോമസ് കുട്ടിയോടും കുടുംബത്തോടുമുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. എസ്പെഷ്യലി യുവജന പ്രസ്ഥാനം ഷാർജ യൂണിറ്റിൻ്റെ പേരുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചു. ലോറി സമരങ്ങളോ അയൽ സംസ്ഥാനങ്ങളുടെ ഉപരോധങ്ങളോ കേരളത്തെ പട്ടിണിയിലേക്ക് നയിക്കുന്നത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. യുവാക്കൾ ഇന്റർനെറ്റിലും സ്ത്രീജനങ്ങൾ സീരിയലുകളിലും ഒതുങ്ങിപ്പോകുമ്പോൾ നമുക്ക് അന്യം വന്നു പോകുന്നത് നമ്മുടെ പൈതൃകത്തിന്റെ നന്മ മാത്രമല്ല,
അന്നം കൂടിയാണ്. കൃഷിയെ മറന്ന് നമ്മുടെ വളർന്നു വരുന്ന ഭാവി തലമുറയെ ഒരു തികഞ്ഞ ഭക്ഷ്യവിപത്തിലേക്ക് തള്ളിവിടാതെ എന്നും നന്മയിലേക്ക് നയിക്കുവാനുള്ള ബാധ്യത നമ്മൾ യുവജനങ്ങൾക്കുണ്ട്. അതിനായി നാം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാവൂ. ഒരു പ്രബുദ്ധ കേരളത്തിനായി അണിചേരാം ഈ വിപ്ലവത്തിൽ.